നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് ശരത് കെ ശശി, നോബിൾ മാരിക്കാരൻ. നമുക്ക് ശരത്തിൽ നിന്നും തുടങ്ങാം. ശരത്ത്, മന്ത്രിസഭയിൽ ആരൊക്കെ ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഇതുവരെ ആരൊക്കെ ഉറപ്പിച്ചു? സൂചനയനുസരിച്ച് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോകുന്നത് 30ഓളം കേന്ദ്രമന്ത്രിമാരായിരിക്കും. കഴിഞ്ഞ 1-2 മോദി മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതായിരുന്നു രീതിയെങ്കിൽ ഇത്തവണ മുഴുവൻ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ഉണ്ടാകാൻ ഇടയില്ല എന്നതാണ് ഇതേവരെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 30ഓളം മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിൽ 20ഓളം ആളുകൾക്ക് ഇതിനോടകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഫോൺ കോൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് BJPയുടെ കഴിഞ്ഞ NDA മന്ത്രിസഭയിലുണ്ടായിരുന്ന സീനിയറായ നേതാക്കളെയെല്ലാം ഈ മന്ത്രിസഭയിലും നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ തുടങ്ങിയ പ്രധാനപ്പെട്ട മന്ത്രിമാരെയൊക്കെ തന്നെ ഈ മന്ത്രിസഭയിലും നിലനിർത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിക്കൊണ്ട് ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഘടകകക്ഷികളുടെ കാര്യത്തിൽ എല്ലാ ഘടകകക്ഷി നേതാക്കളും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള കാര്യവും ഉറപ്പായിട്ടുണ്ട്. HD കുമാരസ്വാമി, ജിതൻ റാം മാഞ്ചി, ചിരാഗ് പാസ്വാൻ, LJPയുടെ ചിരാഗ് പാസ്വാൻ, അനുപ്രിയ പട്ടേൽ അടക്കമുള്ള ഘടകകക്ഷി മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. TDPയുടെ 2 MPമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ വേണ്ടി പറ്റുന്നത്. 2 MPമാരുടെ കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടുണ്ട്. അവർ 2 പേർക്കും ക്യാബിനറ്റ് പദവി ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എങ്കിലും റാംമോഹൻ നായിഡു അതുപോലെ തന്നെ ചന്ദ്രശേഖർ പെമ്മസാനി ഈ 2 നേതാക്കൾ TDPയിൽ നിന്ന് കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാവുകയും ചെയ്തിട്ടുണ്ട്. ശിവസേനയിൽ നിന്ന് പ്രതാപ് റാവു ജാദവ് ആയിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. അങ്ങനെയാണ് നിലവിൽ ഈ മന്ത്രിമാരുടെ ഇതുവരെ ഫോൺ കോൾ ലഭിച്ചവരുടെ ഒരു വിവരമുള്ളത്. അല്പസമയത്തിനകം 11:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക് കല്യാൺ മാർഗിലുള്ള വസതിയിൽ ഈ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് ഒരു വിരുന്നൊരുക്കിയിട്ടുണ്ട്, ചായ സൽക്കാരം ഒരുക്കിയിട്ടുണ്ട്. ആ വിരുന്നിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി നേതാക്കളെല്ലാം പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ശിവരാജ് സിംഗ് ചൗഹാനും അതുപോലെ തന്നെ മധ്യപ്രദേശിൽ നിന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയും മന്ത്രിസഭയിൽ ഇടം പിടിക്കും എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാന്റെ കാര്യത്തിൽ ഏറെ വലിയ നിർണായകമായ ഒരു പദവി അദ്ദേഹത്തിന് നൽകും എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ കഴിഞ്ഞ 2ാം മോദി മന്ത്രിസഭയിൽ നിന്ന് ഇതുവരെ ആ ഒരു മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്നത് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനായിരുന്നു. നിർമ്മല സീതാരാമന് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശം ലഭിച്ചിട്ടില്ല. അതേ ഘട്ടത്തിൽ തന്നെ അതേ സമയം തന്നെ ധനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരാൾ വരാനുള്ള സാധ്യതയും BJP കേന്ദ്രങ്ങൾ തള്ളിക്കളയുന്നില്ല. നീതി ആയോഗ് CEO അമിതാഭ് കാന്തിൻ്റെ പേരടക്കം ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ആ രീതിയിൽ നിർമ്മല സീതാരാമന് ഇതുവരെ ഫോൺ കോൾ ലഭിക്കാത്ത ഒരു സാഹചര്യം, മറ്റെല്ലാ സീനിയർ മന്ത്രിമാർക്കും ഇതിനോടകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന നിർദ്ദേശം വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു സർപ്രൈസ് ധനമന്ത്രി ഇത്തവണ മോദി മന്ത്രിസഭയിൽ ഇടം പിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിലവിൽ ഈ 30ഓളം പേർ മാത്രം സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഘടകകക്ഷികളുമായി കൃത്യമായി ഒരു മന്ത്രി സ്ഥാനങ്ങൾ വീതം വയ്ക്കുന്നതിൽ ധാരണയായിട്ടില്ല. പല ആവശ്യങ്ങളും ഇപ്പോഴും JDUവും TDPയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു ഫുൾ ക്യാബിനറ്റിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് സാഹചര്യമില്ലാത്തത് എന്നുകൂടിയാണ് അനുമാനിക്കപ്പെടുന്നത്. JDUവിൽ നിന്ന് ഏതായാലും ഇപ്പോൾ 2 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്ന് രാംനാഥ് ഠാക്കൂർ, കർപ്പൂരി സിംഗ് താക്കൂറിൻ്റെ മകനാണ്, ബീഹാറിലെ പഴയ മുഖ്യമന്ത്രി. JDU നേതാവായ രാംനാഥ് ഠാക്കൂർ ഈ മന്ത്രിസഭയിൽ ഇടം പിടിക്കും. അതുപോലെ തന്നെ JDUവിൻ്റെ മറ്റൊരു സീനിയർ MP-യായ ലല്ലൻ സിംഗും മന്ത്രിയാകും എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഈ 2 പാർട്ടികളും 2 ക്യാബിനറ്റ് പദവികളെങ്കിലും വേണമെന്നുള്ള ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. അതിലേതായാലും ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ സത്യപ്രതിജ്ഞ, ഈ 2 പാർട്ടികളെയും ഓരോ ക്യാബിനറ്റ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന് ഉണ്ടാകും എന്നത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ രാജസ്ഥാൻ്റെ കാര്യത്തിൽ അർജുൻ റാം മേഘ്വാൾ അവിടെ നിന്ന് മന്ത്രിയാകുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ശ്രദ്ധേയമായ കാര്യം, ഉത്തർപ്രദേശിൽ നിന്ന് ജയന്ത് ചൗധരിയും അതുപോലെ തന്നെ അനുപ്രിയ പട്ടേലും രാജ്നാഥ് സിംഗും ഇവർ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ മറ്റ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ആർക്കും ഇതുവരെ ഫോൺ കോൾ ലഭിച്ചിട്ടില്ല. ഉത്തർപ്രദേശിൽ നിന്നായിരിക്കും BJPയുടെ ഈ മന്ത്രിസഭയിൽ ഒരു ബ്രാഹ്മണ മുഖം ഉണ്ടാവുക എന്നുള്ളതാണ് കരുതുന്നത്. അത് പിലിഭിത്തിൽ നിന്ന് ജിതിൻ പ്രസാദ് ആയിരിക്കും എന്നതാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്ന സൂചന. പക്ഷേ ഉത്തർപ്രദേശിൽ നിന്ന് വിജയിച്ച ഒരു MPമാർക്കും BJP MPമാർക്കും ഇതുവരെ ഫോൺ കോൾ ലഭിച്ചിട്ടില്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാജ്നാഥ് സിംഗ് ഒഴികെ. അതുകൊണ്ട് തന്നെ
ഉത്തർപ്രദേശിൻ്റെ കാര്യത്തിൽ അത്ര പരിഗണന ലഭിക്കാൻ ഈ ക്യാബിനറ്റിൽ അത്ര പരിഗണന ലഭിക്കാൻ സാധ്യതയില്ല എന്ന് കൂടി വേണം കണക്കാക്കാൻ. രാജസ്ഥാനിലും അതുതന്നെയാണ് സാഹചര്യം. സീനിയറായ നേതാവ് അർജുൻ റാം മേഘ്വാളിനെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെയും മറ്റ് ആളുകൾക്കാർക്കും ഇതുവരെ ഫോൺ കോൾ ലഭിച്ചിട്ടില്ല. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തൊക്കെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതാണ്. അത്തരത്തിലുള്ള സീനിയറായ ഒരാൾക്കും ഇതുവരെ നിർദ്ദേശം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി ലഭിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഓക്കെ, ശരത് കെ ശശിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നോബൽ മാരിക്കാരൻ, ഇപ്പോൾ പൊതുവായുള്ള സാധ്യതകൾ എങ്ങനെയാണ് എന്നത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് നോബൽ. ഇനി അറിയേണ്ടത് കേരളത്തിൽ നിന്ന് ആര് കേന്ദ്രമന്ത്രിയാകും എന്നുള്ളതാണ്. സുരേഷ് ഗോപി നമ്മുടെ അഭിമുഖത്തിലടക്കം പറഞ്ഞത് അദ്ദേഹത്തിന് സിനിമകൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ ആർക്കാണ് സുരേഷ് ഗോപി അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനായി ആരെയാണ് പരിഗണിക്കുന്നത്? എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? മലയാളി മുഖമുണ്ടാകുമോ ഈ 30-ൽ? സുജയ, ഈ 30-ൽ മലയാളി മുഖം ഉണ്ടാകേണ്ടത് അനിവാര്യതയാണ് എന്ന് BJP ദേശീയ നേതൃത്വത്തിന് അടക്കം അറിയാം. കാരണം തെക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പാർട്ടി നടത്തിയ പ്രകടനം അത് ഒരു കാലത്തും അവിസ്മരിക്കാൻ കഴിയില്ല. ഇതുവരെ ഉണ്ടാകാതിരുന്ന ലോക്സഭാ അംഗം തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു വന്നു. അതോടൊപ്പം തന്നെ ഒട്ടുമിക്ക എല്ലാ മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ തന്നെ വോട്ട് ശതമാനം വർദ്ധിക്കാൻ കഴിഞ്ഞു. എല്ലായിടത്തും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ആ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാകുന്നത് വരും നാളുകളിലെ BJPയുടെ പ്രവർത്തനങ്ങൾക്ക്, അതോടൊപ്പം പാർട്ടിയുടെ വളർച്ചയ്ക്കൊക്കെ സംസ്ഥാനത്ത് ഏറെ ഗുണകരമാകുമെന്ന കൃത്യമായ വിലയിരുത്തൽ പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആരംഭിച്ചിരിക്കുന്നത്. അദ്ദേഹം പക്ഷേ ഈ സിനിമ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിട്ടുനിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിവരം ഉള്ളത്. അതിന്റെ ഭാഗമായി മറ്റു പേരുകൾ കൂടി ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നതായ സൂചനകളും പുറത്തേക്ക് വരുന്നുണ്ട്. പ്രധാനമായും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേര് ജോർജ് കുര്യൻ്റേതാണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം മുൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. അദ്ദേഹം നിലവിൽ നമ്മൾ നിൽക്കുന്ന കേരള ഹൗസിലുണ്ട്. അദ്ദേഹം പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയുന്നത്. ഏതെങ്കിലും കാരണവശാൽ, പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഇതുവരെ ദില്ലിയിലേക്ക് പുറപ്പെട്ടിട്ടില്ല എന്നതും ഇതിന്റെ ഒരു അനിശ്ചിതത്വം വ്യക്തമാക്കുന്നതാണ്. കാരണം സ്വാഭാവികമായും ഇന്ന് വൈകിട്ട് 7:15 സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കേണ്ടത്. അതുവരെ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിട്ടില്ല എന്നത് നമ്മൾ എടുത്തു പറയണം. പുറപ്പെട്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 12:30 അദ്ദേഹം പുറപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും അതിന് ഔദ്യോഗിക സ്ഥിരീകരണം അവിടെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി പുറപ്പെടുന്നില്ലെങ്കിൽ സ്വാഭാവികമായും മറ്റൊരാൾ എന്ന് പറയുന്ന തരത്തിൽ ജോർജ് കുര്യൻ പരിഗണിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. എന്താണെങ്കിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിന് കേന്ദ്രമന്ത്രി ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാ കോണുകളിൽ നിന്നുള്ള BJP നേതൃത്വവും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.